അപ്പോൾ സതേൺ മനുവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ പിങ്ക് പാലട പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഓണത്തിന് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്കൊന്ന് അട വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു പാക്കറ്റിൻ്റെ ഏകദേശം പകുതി, അതായത് ഒരു 100 ഗ്രാം അട ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഈ വെള്ളം ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളക്കണം കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അട ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടയുടെ വേവ് എന്ന് പറയുന്നത് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. അപ്പോൾ അതുവരെ നമ്മൾ വേവിച്ചിട്ട് ഇതൊന്ന് ഫിൽറ്റർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് അട തനിയെ മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ പിങ്ക് പാലട പ്രഥമനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കുക്കറിൽ വേവിക്കാണ്ട് ഇങ്ങനെ പാത്രത്തിൽ തന്നെ അടച്ചു വെച്ച് വേവിക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ പാകം കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് കുക്കറിൽ വേവിക്കാൻ നിൽക്കേണ്ട കേട്ടോ. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ പോവാം. ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഞാനിവിടെ ഉരുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഏകദേശം ഒരു 1.5 ലിറ്റർ പാൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 100 ഗ്രാമിന് 1.5 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ്. അപ്പോൾ ഇത് കുക്കറിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഉരുളിയിൽ ഓപ്പണായിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് പാലിനകത്തേക്ക് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോഴാണ് ആ ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് 1 കപ്പും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ലൊരു മധുരമുള്ള പായസമാണ്. ഈ അളവിൽ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇനി മധുരം അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർത്താൽ മതിയാവും. 1 കപ്പിലും അല്ലെങ്കിൽ 1/4 കപ്പിനും ഇടയിൽ ചേർത്താലും നല്ലൊരു മധുരത്തിൽ, അത്യാവശ്യം നല്ല മധുരത്തിൽ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതായത് ഇതിൻ്റെ കളറൊന്ന് നമ്മൾ ചേഞ്ച് ആവുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനി നന്നായിട്ട് ഒരു അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ചൊന്ന് കുറുകി വരണം. ആ കുറുകി വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച്, അതായത് ഒരു പിങ്ക് കളറിലേക്ക് അത് മാറുന്നത് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ അടി പിടിക്കാതെ, പാല് അടിയിൽ പിടിക്കാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അടിയിൽ പിടിക്കാതെ, അതായത് പാട കെട്ടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നോക്കിക്ക് നിങ്ങൾക്ക് ആ ഒരു കളർ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ക്യാമറയിൽ അത്ര സ്പെസിഫിക് അല്ല. അപ്പോൾ ഏകദേശം ഒരു പിങ്ക് കളർ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന, അതായത് വേവിച്ചിട്ട് അരിച്ച് വെച്ചിരിക്കുന്ന, ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന അട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം ഇതിങ്ങനെ കട്ടയായിട്ട് നിൽക്കാതെ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടയുടെ വേവ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അത്യാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കിട്ടിയാൽ മതിയാവും. ഒരുപാടങ്ങ് കുഴഞ്ഞു പോകരുത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ പായസം കുടിക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് ആ അട കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അടയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ഈ പാലും അടയും കൂടെ ചേർത്തൊന്ന് കുറുകി വരണം. അത് ഒരു ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, ഏകദേശം ഇപ്പോൾ ആ ഒരു പിങ്ക് കളറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം എന്ന് പറയുന്നത് നമ്മുടെ ചട്ടുകത്തിൽ അല്ലെങ്കിൽ സ്പൂണിൽ ഇങ്ങനെ ഒരു കോട്ടിങ് പോലെ നമ്മൾ ആ ഒരു പായസം വരണം. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അതുവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് അല്ലെങ്കിൽ വെണ്ണ, ഇതിലേത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റിയാണ്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഏലക്ക കൂടി പൊടിച്ച് ചേർക്കണം. ഏകദേശം ഒരു 4-5 ഏലക്ക കൂടെ ഒന്ന് പൊടിച്ച് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ക്യാമറേനകത്ത് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പാകം നോക്കിയിട്ട് ഇതുപോലെ ഒരു കോട്ടിങ് വരുമ്പോഴാണ് നമുക്ക് പായസം കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇനിയും നമ്മൾ കുറുക്കാനിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ സെർവ് ചെയ്യുന്നത്. ആ സമയമാകുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനുള്ള ഒരു പാകത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-3 മിനിറ്റും കൂടെ ഞാനൊന്ന് തിളപ്പിച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാലട പ്രഥമൻ, ഉരുളിയിൽ വെച്ചിട്ടുള്ള പിങ്ക് പാലട പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.